ഡേ ഇൻ അവർ ലൈഫ്, ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കുട്ടനാട്ടിലെ മുട്ടാർ കുമരംചിറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കാത്തോലിക് ദേവാലയമാണ് സെൻറ്റ് തോമസ് ചർച്ച്. അവിടെ പ്രധാനമായും ആരാധിക്കപ്പെടുന്ന വ്യക്തി സെയിൻറ്റ് ആൻ്റണി അല്ലെങ്കിൽ അന്തോണീസ് പുണ്യാളൻ ആണ്. അവിടെ പ്രധാനമായും കുട്ടനാടിൻ്റെ പാതുവ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പാവങ്ങൾക്കും അശരണർക്കും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. എല്ലാ ദേവാലയങ്ങളിലെ പോലെ ഇവിടെ കടന്നു ചെല്ലുമ്പോഴത്തേക്കും അവിടെ മുൻവശത്തായി അന്തോണീസ് പുണ്യാളൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് മാലകൾ സമർപ്പിക്കാം. ഒപ്പം നമ്മൾ എഴുതിക്കൊണ്ട് വന്നിട്ടുള്ള നിയോഗങ്ങളും അവിടെ സമർപ്പിക്കാവുന്നതാണ്. ഇതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ആ പള്ളിയുടെ പൂർണ്ണമായൊരു രൂപം. ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് ആ ഒരു രൂപം സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. ആരാധനയ്ക്ക് ശേഷം ആ രൂപം പള്ളിയുടെ അകത്തേക്ക് തിരികെ എടുത്ത് വെക്കുന്നതാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ആരാധന നടക്കുന്ന സമയമാണ്. കൂടാതെ മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച ഈ ആരാധനാലയത്തിൽ വെച്ച് ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. കുർബാനയുമൊക്കെ എല്ലാ ഭക്തജനങ്ങൾക്കും കടന്നു വരാം. ആ സമയത്ത് തന്നെ ഭക്തജനങ്ങൾക്കായിട്ടുള്ള ഭക്ഷണം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൂടി പങ്കെടുത്തതിന് ശേഷം എല്ലാവർക്കും കടന്നു പോകാനും സാധിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ആർക്കും തിരക്കുകളോ ഒന്നുമില്ല. എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ചെന്ന് സമയം ചിലവഴിക്കാം. ചിലർ കുർബാനയിൽ ഏർപ്പെടുന്നു, മറ്റു ചിലർ അവിടെ രൂപങ്ങളിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം അവിടെ കൊടുത്തിരിക്കുന്ന നേർച്ചയിൽ ഓരോ ആഹാരങ്ങൾ വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു. ഏതൊരു വ്യക്തിക്കും അവിടെ പോയാൽ കിട്ടുന്നൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. ഈ ഒരു ദേവാലയം എന്നുള്ളതല്ല, ഏതൊരു ദേവാലയത്തിൽ തന്നെ കടന്നു ചെന്നാൽ നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കൂടുതലും മനസ്സിൽ ഭാരമോ കഠിനമായ വേദനയോ കൂടി നമ്മൾ കടന്നു ചെല്ലുമ്പോഴായിരിക്കും നമുക്കത് കൂടുതലായി അനുഭവപ്പെടാൻ സാധിക്കുക. ഇവിടെ ഞങ്ങൾ 3 പേരും ആരാധനാലയത്തിൽ കുറച്ചധികം നാളുകളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിലാണ് ഞങ്ങൾക്ക് ആ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടായത്. കാരണം എന്നത്തേക്കാളേറെ കൂടുതൽ ജനങ്ങൾ അവിടെ കടന്നു വന്നിരുന്നു. എല്ലാവരും പലവിധമായ വിഷയങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദരൻ. അവിടെയുള്ള കൊച്ചുകുട്ടികളെയും എല്ലാവരെയും ഈ സമയം തന്നെ എൻ്റെ അമ്മ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷം ഞാനും അനുജനും അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങളുടേതായ വിഷയങ്ങളെല്ലാം അവിടെ പ്രാർത്ഥനയിൽ സമർപ്പിച്ചു. ആ സമയം തന്നെ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പള്ളിയുടെ ഉള്ളിലും പുറത്തുമായിട്ട് കൂടി നിൽക്കുന്നു. ഈ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളായും ആ പരിസരങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ അതിൻ്റെ വലതുവശത്തായി പലതരം കച്ചവടക്കാരെയും നമുക്ക് കാണാം. കൊന്തമാലകൾ, കൊന്ത ബ്രേസ്ലെറ്റുകൾ, നമുക്ക് വേണ്ട പലതരം ഉപഭോഗ വസ്തുക്കളും അവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം വാങ്ങാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ 3 അവിടുത്തെ നേർച്ചക്കഞ്ഞി കുടിച്ചു. അത്യാവശ്യം വളരെ നല്ല കഞ്ഞിയായിരുന്നു. വരുന്നവർക്കെല്ലാം ആവശ്യാനുസരണം ഒരു കറികളായാലും എല്ലാം വളരെ നല്ല രീതിയിലാണ് നൽകുന്നത്. കുറ്റം പറയാനില്ലാത്ത ഒരു നല്ല ഭക്ഷണമായിരുന്നു. അവിടെ വെച്ചിട്ടുള്ള ഓരോ നേർച്ച വസ്തുവിനും പ്രത്യേക വിലകളാണുള്ളത്. കിരീടം മാത്രമാണെങ്കിൽ ചിലപ്പോൾ 100, 50 അങ്ങനെ പലതരത്തിൽ. ഈ കാണുന്നതാണ് അവിടുത്തെ പ്രധാനമായ കുരിശുതൊട്ടി. നമ്മൾ കയറി വരുമ്പോഴാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അവിടെ പ്രത്യേക നിയോഗങ്ങൾ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അവിടെ ഒരു സൈഡിലായി ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ ഒരു കല്ല് തലയിൽ ചുമന്ന് നമ്മുടെ ഭാരങ്ങൾ നമുക്ക് നടത്തി ലഭിക്കേണ്ട ആവശ്യങ്ങൾ എല്ലാം പറഞ്ഞ് ആ കുരിശുതൊട്ടിക്ക് ചുറ്റും വലം വെക്കാവുന്നതാണ്. അവിടെ വരുന്ന ഓരോ വ്യക്തികളും ഏറ്റവും ആദ്യം ഈ കുരിശുതൊട്ടിയിലാണ് കടന്നു വരുന്നത്. ഇത് ഈ കുരിശുതൊട്ടിയോട് ചേർന്നിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അന്തോണീസ് പുണ്യാളനും പലതരത്തിലുള്ള രൂപങ്ങളുമാണ് അവിടെ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുരിശുതൊട്ടി. ഇവിടെയാണ് ഏറ്റവും ആദ്യം എല്ലാവരും കടന്നു വരുന്നത്. സൈഡിലായി നമുക്ക് തിരി കത്തിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് കടന്നു വന്ന ആവശ്യങ്ങൾ, നിയോഗങ്ങൾ സമർപ്പിക്കാം.
ഒപ്പം തന്നെ ആ നിയോഗങ്ങൾ നടത്തി കിട്ടുന്നതിനായി ആ കല്ലും തലയിൽ ചുമന്ന് ആ കുരിശുതൊട്ടിക്ക് ചുറ്റും വളവും വെക്കാം. നേർച്ചകൾ, കാഴ്ചകളൊക്കെ അവിടെ സമർപ്പിക്കാവുന്നതാണ്. അവിടെ ഭണ്ഡാരപ്പെട്ടിയും ഈ ഒരു കുരിശുതൊട്ടിയോട് ചേർന്ന് തന്നെ ഉണ്ട്. അവിടെ നമ്മൾക്ക് ആവശ്യമായ നേർച്ച പൈസ സമർപ്പിക്കാം ആ ഭണ്ഡാരപ്പെട്ടിക്കുള്ളിൽ. ഇത് ഞാൻ ആ ഒരു കുരിശുതൊട്ടിക്ക് ചുറ്റും നടന്നെടുത്ത ഒരു ഭാഗമാണ്. അതെങ്ങനെയാണ് ആ ഭാഗം എന്നൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട അന്തോണീസ് പുണ്യാളൻ്റെ രൂപം, അതിൻ്റെ സൈഡിലെ കാഴ്ചകൾ, കൂടാതെ യാത്രക്കാർക്ക് കടന്നു പോകുവാനും വരുവാനുമുള്ള ഓട്ടോകൾ സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് കൂടുതലും ഇത്തരം യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത്. ഓട്ടോക്കാരാണെങ്കിലും എല്ലാം വളരെ സൗമ്യരാണ് അവിടെയൊക്കെ ആയിരിക്കുന്നത്. ഇതാണ് ആ ഒരു മെയിൻ എൻട്രൻസ്. അവിടുത്തെ ആരാധനയ്ക്ക് ശേഷം തിരികെ ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. Thank you for watching Sibi Solomon. Follow me on Instagram, Facebook and YouTube.